കാലവർഷം കേരള തീരത്തെത്തി. പലയിടങ്ങളിലും കനത്ത മഴ. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പൊന്നാനിയിൽ ദേശീയപാതയിൽ കാർ വെള്ളക്കെട്ടിൽ വീണ് അപകടം. വീണ്ടും ജീവനെടുത്ത കാട്ടാന. നെയ്യാറ്റിൻകര വെള്ളറടയ്ക്ക് സമീപം ഒരാളെ കാട്ടാന കുത്തിക്കൊന്നു. മരിച്ചത് കാഞ്ഞിരംപാറ സ്വദേശി രാജേഷ്. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനകളെ തുരത്താൻ ശ്രമം തുടരുന്നു. സംസ്ഥാനം ഗുരുതര കടബാധ്യതയിലെന്ന് ധവളപത്രം. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വരുമാനത്തിന്റെ 77.6%, ശമ്പളവും പെൻഷനും നൽകണം. നഷ്ടത്തിൽ മുന്നിൽ KSRTCയും ജല അതോറിറ്റിയും. കിഫ്ബി സമാന്തര ഭരണ സംവിധാനമെന്നും വിമർശനം. ധവളപത്രത്തിൽ വിയോജനക്കുറിപ്പുമായി പ്രതിപക്ഷം. ആരോപണം തള്ളി മുഖ്യമന്ത്രി. മാലിന്യ കൂമ്പാരമായി ആലപ്പുഴ ബീച്ച്. വണ്ടർഫാൾസ് പ്രദർശന ശേഷവും പ്രദേശം വൃത്തിയാക്കിയില്ല. വാട്ടർ തീം പാർക്കിലെ കനാലിലെ മത്സ്യങ്ങൾ ചത്തുപോകി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ. മകൾക്ക് ആശ്രിത നിയമനം നൽകും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. സർക്കാരിന് നന്ദിയെന്ന കുടുംബം. പാലക്കാട് പട്ടിയെ കൊന്ന് കുടിവെള്ള ടാങ്കിലിട്ടു. അതിക്രമം. 20 കുടുംബങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ടാങ്കിൽ. പട്ടിയുടെ ജഡം അഴുകിയ നിലയിൽ. ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ. പോലീസ് അന്വേഷണം തുടങ്ങി. സംസ്ഥാനത്ത് ആദ്യമായി ഇസ്ലാം ഫ്രണ്ട്ലി ജിം പാലക്കാട് തുറന്നു. ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് മാത്രം ജിമ്മിൽ പ്രവേശനം. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ച് കടത്തിവിടില്ല. സംഗീതത്തിന് വിലക്ക്. ശരീരം പൂർണ്ണമായി മറയ്ക്കണമെന്ന് നിർദ്ദേശം. ബീഹാറിലെ സ്വകാര്യ ആശുപത്രിയിലെ ICU വാർഡിൽ തീപിടുത്തം. 4 രോഗികൾ മരിച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനം. ഡൽഹി ഹോട്ടലിലെ തീപിടുത്തത്തിൽ ഉന്നതതല അന്വേഷണം. ഇറാൻ യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ. സമാധാന കരാർ ഉടനെന്ന് ട്രംപ്. ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഹോർമുസിൽ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചുവെന്ന് IRGC.